ഇപ്പോൾ വാട്സപ്പിൽ ചിലപ്പം നിങ്ങൾക്ക് മെസ്സേജ് സ്കെഡ്യൂൾ ചെയ്യേണ്ടി വരും. ഇപ്പം കൂടുതലും ആവശ്യം വരൽ ബർത്ത്ഡേക്കൊക്കെയാണ്, കറക്റ്റ് ടൈമിൽ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെസ്സേജ് സ്കെഡ്യൂൾ ചെയ്യേണ്ടി വരും. പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ വാട്സപ്പിൽ ഒഫീഷ്യലായിട്ട് സ്കെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഇതുവരെ എത്തിയിട്ടില്ല. അപ്പം നമ്മൾ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആൻഡ്രോയിഡ് ഫോൺസിൽ എങ്ങനെ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് സ്കെഡ്യൂൾ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ ആപ്പിൾ ഐഫോൺസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യേണ്ട. ആപ്പിൾ ഐഫോൺസിൽ അവരുടെ ഒഫീഷ്യൽ ആപ്പ് വെച്ചിട്ട് തന്നെ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് സ്കെഡ്യൂൾ ചെയ്യാൻ പറ്റും. അപ്പം അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഐഫോണാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്. എന്തായാലും നിങ്ങൾ ആൻഡ്രോയിഡ് ഫോണാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്യേണ്ടതുണ്ട്. ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പിൻ്റെ പേര് SK Edit എന്നാണ്. അപ്പം ഇതാണ് ആ ഒരു ആപ്ലിക്കേഷൻ. ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എന്തായാലും SK Edit എന്നുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു പേജ് കാണാൻ പറ്റും. ഇതിൽ സ്കിപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം അത് കഴിഞ്ഞാൽ I അണ്ടർസ്റ്റാൻഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ വാട്സപ്പിൻ്റെ ഓപ്ഷൻ കാണാൻ പറ്റും. WA എന്നുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇങ്ങനെ ഒരു പേജിൽ എത്തും. ഇവിടെ നമ്മൾ ചില പെർമിഷൻസ് കൊടുക്കേണ്ടതുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ മുകളിൽ ഇങ്ങനൊരു വാർണിംഗ് മെസ്സേജ് കാണാൻ പറ്റും. ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ മാത്രം ഇത് ചെയ്താൽ മതി. എന്നാലും ഫസ്റ്റ് നമുക്ക് ഓട്ടോ സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ എലോ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ആപ്പിൻ്റെ പേര് ഇതിൽ കണ്ടുപിടിക്കുക. അപ്പം ഈ ഒരു ആപ്പ് നോക്കിയതിന് ശേഷം അത് ഓണാക്കി കൊടുക്കുക. ഓണാക്കിയാൽ അത് ഓണാവുന്നതായിരിക്കും. എന്നിട്ട് ബാക്കോട്ട് വരിക. പിന്നെ ആക്സസിബിലിറ്റി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. എനേബിൾ ആക്സസിബിലിറ്റി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഇവിടെ ആക്സസിബിലിറ്റി മെനു എന്നുള്ളത് ഓണാക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കോട്ട് വരിക. എന്നിട്ട് ഡൗൺലോഡഡ് സർവീസസിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ആപ്പിൻ്റെ പേര് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതും ഓണാക്കുക. എന്തായാലും ഞാൻ അത് ഓൺ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ബാക്കോട്ട് വീണ്ടും വരിക. ബാക്കോട്ട് വന്നതിന് ശേഷം താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുക. അപ്പം അതർ പെർമിഷൻസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ എനേബിളിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ കുറച്ച് പെർമിഷൻസും കൂടി കൊടുക്കേണ്ടതുണ്ട്. അതർ പെർമിഷൻസിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു 3 കാര്യങ്ങൾ ഓണാക്കി കൊടുക്കുക. ഇപ്പം ഇതിൽ ഷോ ഓൺ ലോക്ക് സ്ക്രീൻ ഓണാക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ ഓണാക്കുക. അതുപോലെ തന്നെ ഈ ഒരു 3ാമത്തെ ഓപ്ഷനും ഓണാക്കുക. ഇതിൽ ഹോം സ്ക്രീൻ ഷോർട്ട് കട്ട് മാത്രം ഓണാക്കണം എന്നില്ല, ബാക്കിയൊക്കെ ഓണാക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ബാക്കോട്ട് വരിക. അപ്പം ഇങ്ങനെ ഒരു പോപ്പപ്പ് മെസ്സേജ് വരും. യെസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം അതും ഓക്കെ ആയി. പിന്നെ ബാറ്ററി സേവർ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഇപ്പം ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നോ റെസ്ട്രിക്ഷൻ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനേബിൾ ഡിസ്പ്ലേ ഓവർ അതർ ആപ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഈ ഒരു ലിസ്റ്റിൽ കാണാൻ പറ്റും. അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഈ ഒരു അലോ ഡിസ്പ്ലേ ഓവർ അതർ ആപ്സ് ഓണാക്കി കൊടുക്കുക. അതിനുശേഷം ബാക്കോട്ട് വരിക. ഇനി ബാക്കോട്ട് വന്നാൽ ഇവിടെ നമുക്ക് ബൈപ്പാസ് സ്ക്രീൻ ലോക്ക് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പം പ്രൊവൈഡ് പിൻ ഓർ പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഫോണിൻ്റെ പിൻകോഡ് എൻ്റർ ചെയ്യുക. അപ്പോൾ നമ്മൾ ലോക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പിൻകോഡാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. എൻ്റർ ചെയ്തിട്ട് ഡൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞാൽ താഴത്ത് നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും. എനേബിൾ നോട്ടിഫിക്കേഷൻസിൽ ക്ലിക്ക് ചെയ്തിട്ട് ഷോ നോട്ടിഫിക്കേഷൻസ് ഓണാക്കി കൊടുക്കുക. ഇപ്പം കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ബാക്കോട്ട് വരിക. ബാക്കോട്ട് വന്നാൽ ഇവിടെ നമുക്ക് ആ ഒരു വാർണിംഗ് മെസ്സേജ് ഇനി കാണാൻ പറ്റില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് മെസ്സേജ് അയക്കുകയാണ്. ഇപ്പം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് റെസിപ്പിയൻസ് എന്നുള്ളതിൽ ഇവിടെ സൈഡിൽ പ്ലസ് ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് WA എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. വാട്സപ്പാണ്. അപ്പം അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ സെലക്ട് ചെയ്യുക. ഓക്കെ സെലക്ട് ചെയ്താൽ നമ്മൾ നമ്മുടെ വാട്സപ്പിൽ എത്തുന്നതായിരിക്കും. ഇപ്പം വാട്സപ്പിൽ നമുക്ക് ആർക്കാണോ മെസ്സേജ് അയക്കേണ്ടത് ആ ഒരു കോൺടാക്റ്റ് സെലക്ട് ചെയ്യുക. ഇപ്പം ഞാനൊരു എക്സാമ്പിളിന് ഈ ഒരു കോൺടാക്റ്റ് സെലക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം ആ ഒരു കോൺടാക്റ്റ് സെലക്ട് ചെയ്താൽ ആ ഒരു കോൺടാക്റ്റ് ഇവിടെ കാണാൻ പറ്റും. ഇനി കൂടുതൽ കോൺടാക്ട്സ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് കൂടുതൽ കോൺടാക്ട്സ് ഇനിയും സെലക്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും ഞാനൊരു എക്സാമ്പിളിന് ഒരു കോൺടാക്റ്റ് മാത്രമേ സെലക്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ ടൈറ്റിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ടൈറ്റിൽ കൊടുക്കാം. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നിട്ട് മെസ്സേജ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള മെസ്സേജ് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഇനി എന്തെങ്കിലുമൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അറ്റാച്ച്മെൻറ്റ്സ് എന്നുള്ളതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഫോട്ടോ അല്ലെങ്കിൽ നമുക്ക് വീഡിയോ ഒക്കെ ഇതിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വോയിസും കാര്യങ്ങളൊക്കെ ഇതിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. വോയിസ് റെക്കോർഡ് ചെയ്തിട്ടും ഇതിൽ സെൻഡ് ചെയ്യാവുന്നതാണ്. എന്തായാലും അത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ടൈം കാണാൻ പറ്റും. ഇപ്പം ഏത് ടൈമിലാണ് സെൻഡ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. ഫസ്റ്റ് ഡേറ്റ് സെലക്ട് ചെയ്യുക. ഞാൻ ഇന്നത്തെ ഡേറ്റ് തന്നെ സെലക്ട് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് ടൈമും ചോദിക്കുന്നുണ്ട്. ഇപ്പം ടൈമും ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ഒരു ടൈം ഇവിടെ സെറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഈ ഒരു മെസ്സേജ് റിപ്പീറ്റ് ചെയ്യണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ നോ റിപ്പീറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം നിങ്ങൾക്ക് റിപ്പീറ്റ് ആയിട്ട് ഇതേ സെയിം മെസ്സേജ് അവർക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ ഓപ്ഷൻസ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഹവർലി, ഡെയിലി, വീക്ക്ലി അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്.
നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഈവൻ ഇയർലി ഓപ്ഷൻ വരെയുണ്ട്. ബർത്ത്ഡേക്കുള്ളതൊക്കെ നമുക്ക് ഇയർലി അങ്ങനെ സെൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ആസ്ക് മീ ബിഫോർ സെൻഡിങ് എന്നുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഇപ്പോൾ സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് ചോദിച്ചിട്ട് സെൻഡ് ചെയ്യുന്നൊരു ഇതാണ്. വേണമെന്നുണ്ടെങ്കിൽ അത് ഓണാക്കാം. എന്തായാലും അത് കഴിഞ്ഞാൽ ഇവിടെ ടിക്ക് ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെസ്സേജ് സ്കെഡ്യൂൾ ആവുന്നതായിരിക്കും. ഇപ്പം ആ ഒരു ടൈം ആകുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു മെസ്സേജ് അവർക്ക് സെൻഡ് ആവുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ആ ഒരു ടൈം ആയിട്ടുണ്ട്. ഇപ്പം ടൈം ആയാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു പേജിൽ എത്തും. ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് ഈ ഒരു മെസ്സേജ് സെൻഡ് ആവുന്നത്. സ്റ്റോപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വാട്സപ്പ് സെലക്ട് ചെയ്തിട്ട് വാട്സപ്പിൽ നിന്ന് ആ ഒരു മെസ്സേജ് ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് സെൻഡ് ആവുന്നതായിരിക്കും. ഇപ്പോൾ ഫോട്ടോ അടക്കമുള്ള കാര്യങ്ങൾ അവർക്ക് സെൻഡ് ആയിട്ടുണ്ട്. ഇനി വാട്സപ്പ് തുറന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫോട്ടോ അവർക്ക് സെൻഡ് ആയതായിട്ട് കാണാൻ പറ്റും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ആൻഡ്രോയിഡ് ഫോൺസിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് നമുക്ക് സ്കെഡ്യൂൾ ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.